ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ളോഗ് നോക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ ടൗൺ വരെ പോവുകയാണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ചിട്ടൊന്നും വാങ്ങാനുണ്ടായിരുന്നില്ല. പിന്നെ ഉമ്മയും പിന്നെ ആങ്ങളമാരെ വൈഫൊക്കെ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാനും വരുന്നതെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ അവർ എത്തി, പിന്നെ ഞാനും എത്തി. അങ്ങനെ ഞാൻ ആദ്യം പോയത് നമ്മുടെ അനിയൻ്റെ ഷോപ്പിലായിരുന്നു. പിന്നെ ഞാനിവിടെ കുറേ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കി കേട്ടോ. എനിക്ക് പെരുന്നാളിന് ഡ്രസ്സൊക്കെ വാങ്ങി, വലിയ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അതിനിടയിൽ ആദ്യമൊക്കെ വിശക്കുന്നു പറഞ്ഞിട്ട് ഷവർമ്മ വാങ്ങാൻ വേണ്ടി താഴെപ്പോയി. അങ്ങനെ അത് വാങ്ങിയിട്ട് നേരെ വന്ന് പിന്നെ ഞാനിതാ ഈ ഒരു ബോക്സിൽ കാണുന്ന സാരി ഇങ്ങ് എടുത്ത് കാണിക്കാൻ വേണ്ടി ആൻറ്റിയുടെ മോനോട് പറഞ്ഞു കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയായിരുന്നു. എന്നാലും എനിക്ക് സാരിനേക്കാളും ഇഷ്ടപ്പെട്ടത് ആ ഒരു ബോക്സ് ആയിരുന്നു കേട്ടോ. അത് കണ്ടിട്ടാണ് ഞാൻ അവനോട് സാരിനെ ചോദിച്ചത്. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു, ഈ ബോക്സ് ഞാൻ എടുക്കുകയാണ്, എനിക്ക് സാരി വേണ്ടാന്ന്. അപ്പോൾ അവർ പറഞ്ഞു, സാരി വേണമെങ്കിൽ ഫ്രീക്ക് തരാം, ബോക്സ് തരാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ഞാനിതാ ബോക്സ് എടുത്തുകൊണ്ട് വന്നിട്ടോ. എനിക്കെന്താ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളെ ഫാൻസി ഐറ്റമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ആങ്ങൾക്കുള്ള ഡ്രസ്സ് വാങ്ങാനാണ്. അങ്ങനത്തെ ഈ ഒരു ബ്ലാക്കും പിന്നെ ഈ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് ഷർട്ട് ഉണ്ടല്ലോ അതും വാങ്ങിയിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് എവിടെ പോയെന്ന് വെച്ചാൽ പിന്നെ ഈ ആമിൽ കുട്ടനുണ്ടല്ലോ, ഇവനെ ഞാൻ കാണുമ്പോൾ എപ്പോഴും ഇവനെ ഒന്ന് കടിച്ച് നെള്ളി പറിച്ചെടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനമാവില്ല. അതിനിടയിൽ ഉമ്മാൻ്റെ ഒരു കുഞ്ഞു മോതിരം ഉണ്ടായി, നല്ല ഭംഗിയുണ്ടായിരുന്നു, ക്യൂട്ടായിട്ട്. ഞാൻ ഉമ്മാനോട് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇതിനെ എടുത്തോന്ന് പറഞ്ഞു ഉമ്മ അങ്ങനെ തന്ന്. പിന്നെ ഞങ്ങൾ നേരെ പോയത് എളപ്പാൻ്റെ ഷോപ്പിലാണ് കേട്ടോ. എളപ്പാൻ്റെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഉപ്പാൻ്റെ അനിയന്. അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് വാച്ച് ഷോപ്പാണ്. അങ്ങനെ ഇവിടെ വന്നിട്ട് കുറച്ച് വാച്ചൊക്കെ നോക്കി. ഈ ഒരു ബ്ലാക്ക് വാച്ചായിരുന്നു ഞാൻ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതങ്ങനെ എനിക്കെന്തോ ലെതറിൻ്റെ എന്താണ് അതിന് ബെൽറ്റ് വന്നിട്ട് ഞാൻ എളപ്പാനോട് പറഞ്ഞു അത് എനിക്ക് വേണ്ട, ഇതിൻ്റെ വേറെ കളർ ബ്ലാക്ക് എൻ്റെ കയ്യിലുണ്ടത്, എല്ലാം ബ്ലാക്ക് തന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ബ്രൗൺ കളറിലുള്ള സെയിം ആ ഒരു കളർ ബ്രൗൺ കളറിൽ വാങ്ങി കേട്ടോ. പിന്നെ അത് ഞാൻ കയ്യിലിട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ബെൽറ്റ് വേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് ചെയിന് മതി. അങ്ങനെ ഈ ഒരു വാച്ചും പിന്നെ ഈ ഒരു വാച്ചും കണ്ട് അങ്ങനെ ഇത് രണ്ടും ഇഷ്ടപ്പെട്ട്, ഇനി വേറെ നോക്കുന്നില്ല, ഇതിൽ രണ്ടിലേതെങ്കിലും. അങ്ങനെ ഞാൻ ഉമ്മാനോട് ചെയ്താൽ വാങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ ഇതെന്ന് പറഞ്ഞു. അങ്ങനെ അതെടുത്ത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് തന്നെ വേറെ ആദ്യം മോതിരമൊക്കെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവനാവുന്ന ഒരു സൈസിലുള്ള മോതിരം ഉണ്ടായിരുന്നില്ല, കുഞ്ഞു പിള്ളേർക്കുള്ള മോതിരമാണ് കേട്ടോ, സിമ്പിളായിട്ടുള്ള മോതിരം. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയത് എവിടെയെന്ന് വെച്ചാൽ ഫാൻസി ഷോപ്പിലാണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ വന്നത് ഫാൻസി വാങ്ങാനായിട്ടാണ് കേട്ടോ. അവർക്കൊക്കെ ഞങ്ങൾക്കെല്ലാം അങ്ങനെ അവർ പോയപ്പോൾ എനിക്കും കുറച്ച് നേരം വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ നല്ല റോസ് ഗോൾഡിൻ്റെ അടിപൊളി മാലയുടെ കളക്ഷൻ നമ്മൾ ഈ ഒരു ഫാൻസിയിലാണ് കേട്ടോ വരുന്നത്. പിന്നെ റോഷ്യ ആ ഫാൻസിയിലാണ്. ഇവിടെയാണെങ്കിൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓരോന്നും കാണുമ്പോൾ തോന്നും ഇത് വാങ്ങാമെന്ന്. പിന്നെ മുമ്പ് വാങ്ങി തന്നെ ഒത്തിരി ഉണ്ട്. പിന്നെ ലൈഫൊക്കെ വേണ്ടിയിട്ട് ഇതുപോലത്തെ ബാംഗിൾസൊക്കെ നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെയും അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. അതിൽ ഞാനിതാ ഈ കാണിക്കുന്നതുണ്ടല്ലോ നല്ല ഭംഗിയുള്ള കുറച്ച് ഐറ്റം ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൽ നിന്ന് ഇത് എടുത്തപ്പോഴാണ് എൻ്റെ കയ്യിൽ സെയിം സാധനം ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ മിസ്സായിട്ടുള്ളെന്ന കാര്യം ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ വെറുതെ നോക്കിയതാണ്, ഒന്നും വാങ്ങിയില്ല. പിന്നെ ലൈബാക്ക് കുഞ്ഞു ക്ലിപ്പൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അതിലിഷ്ടം. പിന്നെ പിന്നെ ഞാൻ ലിപ് ലൈനർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് നല്ല ഭംഗിയുണ്ട്, എന്തായാലും ഇത് വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതിൽ നിന്ന് ഞാൻ ഇത്ര എണ്ണം എടുത്തിട്ടോ, 3 അങ്ങനെ അത് കഴിഞ്ഞിട്ടില്ല ഇവയ്ക്ക് പിന്നെ മാല വേണം. അങ്ങനെ കുഞ്ഞു മാല ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു മാലയാണ് കേട്ടോ, സിമ്പിളായിട്ടുള്ളതേ വാങ്ങിയിട്ടുള്ളൂ, അവളങ്ങനെ ഇടാറില്ല. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ വാങ്ങിയത് മാത്രം. അത് വാങ്ങിയിട്ട് ഇവിടെ ബില്ലാക്കാൻ വന്നപ്പോൾ ഒത്തിരി നല്ല റിങ്സ് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുള്ള. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ ഇങ്ങനെയുള്ളത് ഇടാൻ വലിയ ഇഷ്ടമില്ല കേട്ടോ. പണ്ടൊക്കെ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇതിനോടുള്ള ഇൻട്രസ്റ്റൊക്കെ പോയി. നമ്മൾ പിന്നെ സ്വർണ്ണം ഇടുമ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഇടുമ്പോൾ നമുക്കതിനോട് ഇരുതില്ല. പിന്നെ നമ്മൾ മൈലാഞ്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൈലാഞ്ചി അതും ഇതും ഒക്കെ വാങ്ങി ബില്ലൊക്കെ ചെയ്തിട്ട് പുറത്ത് വന്നപ്പോൾ ഹിസാൻ വന്നിട്ട് ഓരോന്നും കൊണ്ടുവന്നിട്ട് തരുന്നുണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജ്യൂസ് അതൊക്കെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഷവർമ്മ വേണമെന്ന് പറഞ്ഞു. നമ്മൾ ഷവർമ്മ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ പൊറോട്ടയും അൽഫാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിടുകയാണ്. അപ്പോൾ ഇത്രയുള്ള വിശേഷം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ.